സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം. ഇന്നലെ കേരളത്തിൽ നടന്ന വലിയൊരു സംഭവമാണത്. ഇന്ത്യയിൽ വലിയൊരു വിഷയം ആളിക്കത്ത് നിൽക്കുമ്പോഴും പുള്ളി പറയുന്നത് കേട്ടോ, ഞാൻ ഇതിനു മുമ്പ് പല പാസ്റ്റർമാരെയും അടിച്ചു എന്നുള്ള വിഷയമാണ് പുള്ളി പറയുന്നത്. അടി കൊടുത്ത് വിട്ടിട്ടുണ്ടെന്നാണ്. നിങ്ങൾ വീഡിയോ കാണും. വീഡിയോ കണ്ടിട്ട് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പരിപാടി നടക്കത്തില്ല. നിങ്ങൾ പ്രായമായതിന്റെ പേരിൽ മാത്രം നമ്മൾ സൗമ്യമായ രീതിയിൽ സംസാരിക്കും. അല്ലാതെ നിങ്ങൾ ഈ പരിപാടിയായിട്ട് നടക്കരുത്. ശരിയായ നടപടിയല്ല. ഞങ്ങളൊക്കെ വെറും മറ്റവരാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ശരിയല്ലത്. മാന്യമായ രീതിയിൽ ഇത്രയും പ്രായമുള്ളതിന്റെ പേരിൽ നമ്മൾ സംസാരിക്കുക. ഏതെങ്കിലും ഹിന്ദുക്കളെ നിങ്ങൾ എന്തിനാ ഈ നിർദ്ധരായിട്ടുള്ള ഹിന്ദുക്കളുടെ വീട്ടിൽ വന്നിട്ട് കാര്യമില്ല. നല്ലതായിട്ട് ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴത്തെ ഇന്നലെ മിനിയാന്തെ ഛത്തീസ്ഗഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ല ഒരു വിഷയമായിട്ട് വന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരില്ല. ഇതിനു മുമ്പൊക്കെ ശക്തമായ രീതിയിൽ ഇവിടെ നല്ല വീക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല അഴി കൊടുത്തിട്ട് കച്ചടിപ്രവാഹന്റെ പെണ്ണുമ്പിള്ളയുടെ കച്ചടിപ്രവാഹൻ മന്ത്രിയുടെ അവരുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ പെണ്ണുമ്പിള്ളയെ മതപരിവർത്തനം നടത്താൻ വേണ്ടി നോക്കിയ ടീമുകളുണ്ട്. നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, ഇവിടെ ഹിന്ദു വീടുകളെ ഉള്ളോ നിങ്ങൾക്ക് മതപരിവർത്തനം നടത്താന്? നിങ്ങളുടെ ക്രിസ്ത്യൻ വീടുകളിൽ പോയിട്ട് നിങ്ങൾ അവർക്ക് സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, കല്യാണം കഴിക്കാൻ ഒരുപാട് പ്രാരാബ്ദമുള്ള വീടുകളുണ്ട്. അവിടെയൊക്കെ പോയി നിങ്ങൾ സഹായിക്കും. അവർക്കൊക്കെ പൈസ കൊടുത്ത് നിങ്ങൾ സഹായിക്കും. അവരെയൊക്കെ നിങ്ങൾ സഹായിക്കും. അതാണ് വേണ്ടത്. അല്ല ഞങ്ങളുടെ വീടുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരുന്ന ശരിയായ നടപടിയല്ല. അത് ഇനിയും വരരുത്. ഈ പ്രായമുള്ളതിന്റെ പേരിലാണ് നമ്മൾ ഒരു വീഡിയോ കണ്ടല്ലോ. ഈ പുള്ളി പറയുന്നത് കേട്ടോ, നിങ്ങളുടെ ക്രൈസ്തവ വീട്ടിൽ മാത്രം പോകൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും ശല്യം ചെയ്യുന്നില്ലെന്നാ. ശല്യം ചെയ്യുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? ഈ ഉത്സവ ദിവസമാകുമ്പോൾ റോഡിൽ നീയൊക്കെ വണ്ടി വിടാറില്ല, നിങ്ങൾ വണ്ടി തടയുന്നുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങൾ പല പ്രാവശ്യവും നിങ്ങളുടെ ഈ അതിക്രമങ്ങൾക്ക് ഞങ്ങൾ ഇരയായിട്ടുണ്ട്. അത്യാവശ്യത്തിന് യാത്ര പോകിറങ്ങി തിരിച്ച് എത്രയോ കുടുംബങ്ങൾ നിങ്ങൾ വഴി മുടക്കിയിട്ടുണ്ട്. എത്ര ആംബുലൻസിന് നിങ്ങൾ വഴി മുടക്കിയിട്ടുണ്ട്. എത്ര ദിവസം റോഡുകൾ നിങ്ങൾ ആടി തിമിർത്തിട്ടുണ്ട്. എത്ര നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ കാണിക്കുന്ന അതിക്രമങ്ങൾ എത്ര സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മഹാക്രൂരമായ സംഭവങ്ങളാണ്, അതിദാഷ്ട്യമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങളൊന്നും കാണിക്കുന്നില്ലെന്നാ. നിങ്ങൾ കാണിക്കുന്നതിൻ്റെ 1% പോലും ഇവിടെ യാതൊരു ക്രൈസ്തവ സമൂഹം കാണിക്കുന്നില്ല. അത്ര നിഷ്ഠൂരമായ ദാഷ്ട്യമായ സംഭവങ്ങളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് അവസാനിക്കൂ. റോഡും പിന്നെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ ഉത്സവം നടത്തുന്നത്, നിങ്ങൾ ഈ റോഡ് ഈ കോലാഹലം കോമാളിത്തം കാണിക്കുന്നത് അത് നിർത്തൂ. അത് ലോകത്ത് നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ മാത്രമല്ല, നിങ്ങൾ ദേശത്തിൽ മൊത്തവും അപമാനവും അതിക്രമവും വലിയ ശല്യമായിക്കൊണ്ടിരിക്കുകയില്ലേ. നിങ്ങൾ അത് നിർത്തൂ. അത് നിർത്തിയതിനു ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം.